അഫ്ഗാനിസ്ഥാനിലുണ്ടായ പേമാരിയിലും ആലിപ്പഴ വർഷത്തിലും 35 മരണം. സംഭവത്തിൽ 230 പേർക്ക് പരിക്കേറ്റു. അഫ്ഗാനിസ്ഥാനിലെ ജലാലാബാദ് നഗരത്തിലും നങ്കർഹാർ പ്രവിശ്യയിലുമാണ് സംഭവം. മഴക്കെടുതിയിൽ 400 വീടുകൾ പൂർണ്ണമായി തകർന്നു. ഇതിനു പുറമെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾക്കും സാരമായി സാമ്പത്തിക നഷ്ടം സംഭവിച്ചു. അമേരിക്കയിലെ കൂടുതൽ കുട്ടികളും വെടിയേറ്റാണ് മരിക്കുന്നതെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. ലാസ് വെഗാസിൽ നടന്ന NAACP ദേശീയ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുദ്ധായുധങ്ങൾ അമേരിക്കയുടെ തെരുവുകളിൽ നിന്ന് ഒഴിവാക്കാനും ജോ ബൈഡൻ ആഹ്വാനം ചെയ്തു. ഡൊണാൾഡ് ട്രംപിന്റെ മുൻകാല ഭരണകാലത്തെ നയങ്ങളെയും ജോ ബൈഡൻ വിമർശിച്ചു. ഒമാനിലെ മസ്കറ്റിൽ അലി ബിൻ അബി താലിബ് പള്ളിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഒരു ഇന്ത്യക്കാരനും ഉൾപ്പെടുന്നു. ആക്രമണത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 28 പേർക്ക് പരിക്കേറ്റു. സുരക്ഷാ സേനയുമായുള്ള വെടിവയ്പിൽ അക്രമികൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. പ്രധാനമന്ത്രി ഗബ്രിയേൽ അഡലിന്റെ രാജി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഔദ്യോഗികമായി സ്വീകരിച്ചു. അടുത്ത സർക്കാർ അധികാരമേൽക്കുന്നതുവരെ കാവൽ ഗവൺമെന്റായി തുടരാനും മാക്രോൺ അഡലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്തയാഴ്ച ഫ്രാൻസിൽ ഒളിമ്പിക്സ് നടക്കാനിരിക്കെയാണ് രാജി. ഗാസയുടെ തെക്ക് മധ്യഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 50 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം സെൻട്രൽ ഗാസയിലെ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളെ പാർപ്പിച്ചിരുന്ന UN സ്കൂളിന് നേരെയും മറ്റൊരു ആക്രമണമുണ്ടായി. 2 ആക്രമണങ്ങളും പലസ്തീനിയൻ സായുധ ഗ്രൂപ്പുകളിലെ അംഗങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നുവെന്നും സിവിലിയൻ നാശനഷ്ടങ്ങളുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ചു വരികയാണെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു.